ഭൂമി ഉരുണ്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്ങനെ ഈ ഭൂമിയുടെ ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റുമോ? ഇതൊക്കെ ഒരു പ്രതീകാത്മക ചിത്രമാണ്. ഭൂമി പരന്നതാണ്. ടി ജി ശ്രദ്ധിച്ചോ? നമ്മുടെ മലയാള സിനിമയിലെ പ്രസിദ്ധനായ നടൻ ഷൈൻ ടോം ചാക്കോ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൻ്റെ സെലിബ്രിറ്റി ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്. എന്താ ചെയ്യുക ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ? ഭൂമിയുടെ ഫോട്ടോ ഇല്ല, ഫോട്ടോ ഒക്കെ ഉണ്ട്. ഞാൻ പറയട്ടെ, ഭൂഗോള സർവതോവൃത്ത എന്ന് ആദ്യം പറഞ്ഞത് ആര്യഭടനാണ്. അതിനുശേഷമാണ് ഈ ഗലീലിയോ സംഭവമൊക്കെ. ഗലീലിയോ ഭൂമി ഉരുണ്ടതാണോ എന്നുള്ളതായിരുന്നില്ല ചോദ്യം. ഭൂമി സൂര്യനെ ചുറ്റുകയാണോ, സൂര്യൻ ഭൂമിയെ ചുറ്റുകയാണോ? ഗലീലിയോ പറഞ്ഞു ഭൂമി സൂര്യനെ ചുറ്റുകയാണ്. അതിൻ്റെ പേരിൽ ഗലീലിയോനെ കൊല്ലാനായിട്ട് പിടിച്ചു. ഈ സ്റ്റേറ്റ്മെൻറ്റ് തിരുത്തണം എന്നാണ് ആവശ്യം, മതകോടതിയുടെ ആവശ്യം. ഗലീലിയോ പറഞ്ഞു തിരുത്തിയിരിക്കുന്നു, സൂര്യൻ ഭൂമിയെ ചുറ്റിയിരിക്കുകയാണ്, പോരെ. അപ്പോൾ പിന്നെ വെറുതെ വിട്ടു. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഗലീലിയോട് ആൾക്കാർ ചോദിച്ചു, നിങ്ങളെന്ത് പരിപാടിയൊക്കെ കാണിച്ചേ, നിങ്ങളിത് നേരെ തിരിച്ചു പറഞ്ഞത് എന്താ? പുള്ളി പറഞ്ഞു, ഞാൻ തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ അവരെന്നെ കൊല്ലും. ഞാനിത് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് സൂര്യൻ കയറി ഭൂമിയെ ചുറ്റാനൊന്നും പോരില്ല. ഭൂമി സൂര്യനെ ചുറ്റിക്കൊണ്ടേയിരിക്കും. ഞാൻ എന്ത് പറഞ്ഞാലും അങ്ങനെ നടക്കും. ഇങ്ങനൊരു തമാശയും പറഞ്ഞ് ഗലീലിയോ പോയി. പക്ഷേ ഇതൊന്നും ഇപ്പോഴും ദഹിക്കാത്ത ഒരുപാട് പേരുണ്ട്. എങ്ങനെ ശരിയാവും? ഭൂമി ഉരുണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ MG റോഡൊക്കെ വളഞ്ഞിരിക്കണ്ടേ ഇങ്ങനെ? അത് നേരെയല്ലേ കിടക്കുന്നത്? ഇതാണ് ഇവരുടെ സാമാന്യ ബുദ്ധിക്കുള്ള ചോദ്യമാണിതെല്ലാം. മാത്രമല്ല, ഉരുണ്ടിരിക്കുന്ന ഭൂമിയിൽ നമ്മൾ നടന്നിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ വീണ് പോകുമല്ലോ, താഴെ പോകും. ഇതൊക്കെയാണ് നമ്മൾ മകല്ലൻ്റെ ഈ കപ്പൽ യാത്രയൊക്കെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഈ ഷൈനൊന്നും സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? അല്ല, സ്കൂളിൽ പഠിക്കുമ്പോൾ അത് പഠിപ്പിക്കുന്നത് വേറൊരു സാധനം. ഇങ്ങേരുടെ കൺവിക്ഷൻ വെച്ച് പോകുകയല്ലേ. അപ്പോൾ ഇത് തന്നെ ഗൾഫിലെ ചില ആൾക്കാർ സംശയമായിട്ട് ഉന്നയിക്കാറുണ്ട്. ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് കറങ്ങുന്നത്. അപ്പോൾ ഇവിടുന്ന് ഗൾഫിലേക്ക് പോകാനുള്ള വിമാനം ആകാശത്തു നിന്ന് പൊങ്ങി നിന്നാൽ മതി, ഗൾഫ് കറങ്ങി നമ്മുടെ അടിയിൽ വരുമല്ലോ, നേരെ അങ്ങോട്ട് ലാൻഡ് ചെയ്താൽ. അപ്പോൾ ലാൻഡ് ചെയ്യുക. നിങ്ങൾ അങ്ങോട്ട് പറക്കേണ്ട കാര്യമില്ലല്ലോ, അത് ഇങ്ങോട്ട് വരികയല്ലേ. ഇതാണ് ചോദ്യം. ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ത് പറയാൻ പറ്റും? ഈ പ്രപഞ്ചത്തെപ്പറ്റി പ്രാഥമികമായ വിവരം പോലും ഇല്ലാത്ത ആൾക്കാരാണ് ഇതൊക്കെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്നത്. ഇവർ സിനിമയിൽ സെലിബ്രിറ്റി ഓക്കെ, പക്ഷേ അതിൻ്റെ കൂടെ ഇത്തരം ചോദ്യം ചോദിച്ച് അവരുടെ വായിൽ നിന്ന് ഈ മണ്ടത്തരം വരുത്തരുത്. അല്ല, വേറൊരു തിയറി ഉണ്ട്. ടി ജി അത് വായിച്ചിട്ടില്ല. നമ്മൾ ഈ ചന്ദ്രനിലേക്ക് റോക്കറ്റ് വിടുമല്ലോ, വലിയ നീളമുള്ള സാധനമാണ് റോക്കറ്റ്. അത് കത്തി കുറേ കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഫേസ് കത്തി തീരും, പിന്നെ മറ്റൊന്ന് തീരും. അങ്ങനെ 3-4 ഘട്ടങ്ങളായിട്ട് ഇത് കത്തി തീർന്നിട്ട് അതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം, കൂർത്ത ഭാഗം മാത്രമാണ് ചെന്ന് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ തിരിച്ച് ആളെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഈ കൂർത്ത ഭാഗം മാത്രമല്ലേ ഉള്ളൂ, അത് അവിടെ നിന്ന് തള്ളാൻ ആളൊന്നുമില്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് പോകുമ്പോൾ ഈ കൂർത്ത സാധനം വെച്ച് പൊയ്ക്കൂടെ എന്നാണ് ഷൈൻ ചോദിക്കുന്നത്. കൂർത്ത ഭാഗം ഈ ഉപഗ്രഹത്തെ വഹിച്ചുകൊണ്ട് നമ്മളുടെ ഭ്രമണപഥത്തിലെത്തിക്കാനുള്ള ഒരു കാരിയറാണ്, എയർക്രാഫ്റ്റ് കാരിയറാണ് ഈ റോക്കറ്റ്. റോക്കറ്റല്ല എവിടെയെങ്കിലും ചെന്ന് വീഴുന്നത്, എവിടെയെങ്കിലുമൊക്കെ ചെന്ന് വീഴുന്നത് മിസൈലാണ്. അപ്പോൾ റോക്കറ്റിൻ്റെ ധർമ്മം ഈ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിക്കുക. അതെ, അത് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് കറങ്ങി ആ കറക്കം വലുതായിട്ട് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തും. പിന്നെ ചന്ദ്രനെ ചുറ്റാൻ തുടങ്ങും. അത് ചെറുതായി ചന്ദ്രനിലിറങ്ങും. തിരിച്ചു വരുന്നതും ഇതുപോലെ ചന്ദ്രനിൽ നിന്ന് പൊങ്ങിയിട്ട് ചന്ദ്രനെ തന്നെ ചുറ്റിക്കൊണ്ടിരിക്കും. പല റൗണ്ട് ചുറ്റിയിട്ട് മെല്ലെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ കയറി ഭൂമിയെ ചുറ്റി തിരിച്ച് ഭൂമിയിൽ. ഇത് എത്ര ഇപ്പോഴല്ലേ ഈ 70കളിലൊക്കെ സ്കൈലാബ് തകർന്നു വീണു. അതെ, ശൂന്യാകാശത്ത് വിട്ടതാണ്, അത് തകർന്നു വീഴും എന്ന് പറഞ്ഞു. അത് കേരളത്തിൽ വീഴും. ഭയങ്കര പാനിക്കായിരുന്നു. ഞാനൊക്കെ കുട്ടിയായിരുന്നപ്പോൾ ഓർക്കുന്നുണ്ട്. ഞങ്ങളവിടെ ഈ ഭയങ്കര നായർ സ്പിരിറ്റുള്ള ഒരു കുറുപ്പിയായിട്ടുണ്ട്. ഞങ്ങൾ കൂടി നിൽക്കുമ്പോൾ കുറുപ്പിയായിട്ടും പറഞ്ഞു, എടാ ഈ സ്കൈലാബ് വന്ന് കണിച്ചുകുളങ്ങര വീഴണം. അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ എന്താ ചേട്ടാ? കണിച്ചുകുളങ്ങര ശോകാന്മാരാണ് മുഴുവൻ, എല്ലാം തീർന്നു പോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ അവിടെ കുറച്ച് നായന്മാരും ഉണ്ട്, അവർ ആലുവ ശിവരാത്രിക്ക് പോകുകൂടാ. നായന്മാരെല്ലാം ആലുവ ശിവരാത്രിക്ക് പോകും. ഈഴവരൊക്കെ കണിച്ചുകുളം എത്തുന്നുണ്ട്, അവരുടെ തലയിൽ ഈ സ്കൈലൈൻ. ഇതാണ് കുറുപ്പിയേട്ടൻ്റെ ആവശ്യം. ഭയങ്കര നായർ സ്പിരിറ്റാണ് പുള്ളി. ഈഴവരോട് ഭയങ്കര ശേഷം. ഇങ്ങനെയൊക്കെയുള്ള തമാശകൾ നാട്ടിൻപുറത്ത് നടക്കാറുണ്ട്. ഇതുപോലത്തെ തമാശകൾ സെലിബ്രിറ്റിയുടെ വായിൽ നിന്ന് ഒന്നുകിൽ അത് തമാശയായിട്ട് പറയിപ്പിക്കണം, അല്ലെങ്കിൽ ഗൗരവമായിട്ട് ഈ പറഞ്ഞതൊക്കെ കൊടുക്കാതിരിക്കണം.
ഷൈൻ ടോമിനോട് തന്നെ പറയണം, ഇതൊക്കെ ബേസിക്കലി നോൺസെൻസാണ്, ഞങ്ങളിത് എഡിറ്റ് ചെയ്യുകയാണ്, വി ഡോണ്ട് വാണ്ട് ടു ഗിവ് ഇറ്റ്, ഇറ്റ് വിൽ ബി പ്രോബ്ലം ഫോർ അവർ ന്യൂസ് പേപ്പർ ആസ് വെൽ ആസ് ഫോർ യു ആസ് എ പേഴ്സൺ. ഇപ്പോൾ സെലിബ്രിറ്റികളെല്ലാം എല്ലാ വിവരമുള്ളവരാണോ? അല്ല. ഷൈൻ ടോം നല്ലൊരു നടനായിരിക്കും, എനിക്കറിയില്ല, ഞാൻ അങ്ങനെ സിനിമ കാണുന്ന കൂട്ടത്തിലല്ല, നല്ല നടനായിരിക്കും എന്ന് വെച്ചോളൂ. നല്ല നടനാണ് എന്ന് വിചാരിച്ചിട്ട് പ്രപഞ്ചത്തെപ്പറ്റി സയൻറ്റിഫിക്കായ ഒരു സങ്കല്പം, അറിവ് ഉണ്ടാവണമെന്നില്ല, അതിൽ തെറ്റുമില്ല. ഇപ്പോൾ യേശുദാസിനോട് പോയിട്ട് ബ്രസീലിൻ്റെ തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എനിക്കറിയാമല്ല എന്ന് പറയും. യേശുദാസിന് ജനറൽ നോളജില്ല. 8ാം ക്ലാസ്സിൽ ജനറൽ നോളജിലൊക്കെ പഠിപ്പിക്കുന്നതാണ് ബ്രസീലിൻ്റെ തലസ്ഥാനം, ഓസ്ട്രേലിയയുടെ തലസ്ഥാനമൊക്കെ. ഇത് യേശുദാസിനെ അറിഞ്ഞിട്ട് എന്ത് വേണം? മലയാള അക്ഷരം മുഴുവൻ എനിക്ക് അറിഞ്ഞുകൂടെ അന്ന് തുറന്നു പ്രഖ്യാപിച്ച ആളാണ് വൈക്കം മുഹമ്മദ് ബഷീർ, മഹാസാഹിത്യകാരൻ. അപ്പോൾ ബഷീർ പറഞ്ഞു, സാഹിത്യകാരന് എല്ലാ അക്ഷരങ്ങളൊന്നും അറിയണമെന്നില്ല, അതിൻ്റെ ആവശ്യമില്ല, എനിക്കാവശ്യമുള്ള അക്ഷരം എൻ്റെ കൂടെയുണ്ട്, അത് വന്നോളും. അക്ഷരങ്ങൾ കാവൽ നിൽക്കുകയാണ്, എന്നെ ഒന്ന് എടുക്കണേ, എന്നെയും കൂടെ എടുക്കണേ എന്ന് പറയുന്നുണ്ട്. അതായിരുന്നു ബഷീറിൻ്റെ എഴുത്തിൻ്റെ സ്ഥിതി. ദാർശനിക തലമൊന്നും ഈ പറയുന്ന മാതിരി ബഷീറിനില്ല കേട്ടോ. ഒരു ക്രാഫ്റ്റ്സ്മാനാണ് ബഷീർ, റീഡബിലിറ്റിയുള്ള കുറേ നോവലുകൾ എഴുതിയ ആളാണ്. അത് എൻ്റെ ബഷീറിനെ പറ്റിയുള്ള വിലയിരുത്തൽ. പക്ഷേ ബഷീറിന് വേണ്ടി അക്ഷരങ്ങൾ കാത്തു നിന്നു എന്ന് പറയുന്നത് ശരിയാണ്. എന്നെ കൂടെ ഒന്നിതിൽ ചേർക്കണം, അപ്പോൾ ബഷീറിൻ്റെ ഇതിൽ ഞാനും വന്നു എന്നിങ്ങനെ അക്ഷരങ്ങൾക്ക് അഭിമാനിക്കാം. അപ്പോൾ ഇതാണ് ഈ ജനറൽ നോളജ്, സയൻറ്റിഫിക് നോളജ്, സ്പെഷ്യൽ ക്രിയേറ്റിവിറ്റിയും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, TG മലയാള സിനിമയും മലയാള സിനിമാ താരങ്ങളെയും കീനായിട്ട് വാച്ച് ചെയ്യുന്നില്ല. ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ഈ നടൻ ഇത്തരം പ്രയോഗങ്ങളിലൂടെ പ്രസിദ്ധിയോ കുപ്രസിദ്ധിയോ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നമ്മൾ തെരുവിലൂടെ ഒരാൾ നടക്കുമ്പോൾ സാധാരണ നടന്നു പോകുന്ന ആരും ശ്രദ്ധിക്കില്ല, എന്നാൽ ഉടുമുണ്ടഴിച്ച് തലയെ കെട്ടിയാൽ അറ്റൻഷൻ തേടുന്ന കുറേ ആളുകളുണ്ടല്ലോ. അങ്ങനെയാണ് ഇദ്ദേഹം കുറേ കാലങ്ങളായി പെരുമാറുന്നത്. പിന്നെ മലയാള സിനിമയിൽ കുറേ കാലമായിട്ട് ഈ ആളുകൾക്ക് ചിന്ത ഒക്കെ വേറെ തലത്തിലാണ്. ആളുകളിങ്ങനെ ഒരു സ്വപ്ന ലോകത്തിലും ഒക്കെ കൊണ്ടുപോകുന്ന ചില സാധനങ്ങളൊക്കെ വ്യാപകമായി മലയാള സിനിമയിലെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. മുമ്പൊരിക്കൽ ഷൈൻ ടോമിൻ്റെ പേരിലും ഇത്തരം ഒരു കേസ് വന്നിരുന്നു. ഈ ഞാൻ പറയുന്നത് ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരാണല്ലോ ഇന്ത്യൻ എക്സ്പ്രസ്സിലുള്ളവർ. അവർ ഈ റോഡിൽ ഒരാൾ മുണ്ടഴിച്ച് തലയിൽ കെട്ടുന്നു, ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ ഓഫീസിൽ വന്നിട്ട് മുണ്ടഴിച്ച് തലയിൽ കെട്ടാൻ ഇന്ത്യൻ എക്സ്പ്രസ്സുകാർ സമ്മതിക്കാമോ? അവർ പറയണ്ടേ, നിങ്ങൾ നല്ല അഭിനയസിദ്ധിയുള്ള ആളാണ്, അതിൻ്റെ ഫോട്ടോയൊക്കെ ഞങ്ങൾ എടുക്കാം, കൊടുക്കാം, പക്ഷേ ഈ മുണ്ടഴിച്ച് തലയിൽ കെട്ടിയുള്ള പ്രകടനം ഇവിടെ വേണ്ട, ഞങ്ങളുടെ പത്രത്തിന് എന്ന് പറയണ്ടേ? അല്ലെങ്കിൽ ഈ ഇന്ത്യൻ എക്സ്പ്രസ്സും അതുപോലെ ആയി എന്ന് പറയണം. അങ്ങനെ ആയി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ അങ്ങനെ ആവാൻ അവർ തീരുമാനിച്ചാൽ നമുക്കൊന്നും ചെയ്യാനുമില്ല. പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഇതാണ്, ഈ വേണ്ടാത്ത ചോദ്യങ്ങൾ വേണ്ടാത്ത ആൾക്കാരോട് ചോദിച്ച് അവരുടെ വായിൽ നിന്ന് ഈ മണ്ടത്തരങ്ങളൊക്കെ അദ്ദേഹം ഷൈൻ വേറെന്നൂടെ പറയുന്നു. ചന്ദ്രനിൽ മനുഷ്യൻ ഇറങ്ങിയിട്ടോ, നീൽ ആംസ്ട്രോങ് ആണ് ആദ്യം ഇറങ്ങിയെന്ന് പറയുന്നു. രണ്ടുപേരും കൂടെ അല്ലേ ഒരു വണ്ടിയെ പോയത്, അവർ രണ്ടുപേരും ഒന്നിച്ചല്ലേ കാലുകുത്തിയത്. വെറുതെ ഒരു പ്രൈവറ്റ് ബസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായത് ഒരാളല്ലേ ആദ്യം ഇറങ്ങുന്നത്, പിന്നാലെയാണ് അടുത്ത ആൾ ഇറങ്ങുന്നത്, അല്ല രണ്ടുപേരും ഒരേപോലെയാണ് ഇറങ്ങുന്നത്. ഇതൊക്കെ നീൽ ആംസ്ട്രോങ് ആണ് ആദ്യം ഇറങ്ങിയത്. അവിടെ ഇറങ്ങിയ ഉപഗ്രഹത്തിന് അത് ഡോറ് തുറക്കും, ഡോറും ചവിട്ടുപടിയും ഒന്ന് തന്നെയാണ്, ഇങ്ങനെ തുറന്നിട്ടതാണ് ചവിട്ടുപടിയായിട്ട് മാറുന്നത്. ഒരു 4 പടിയോ മറ്റോ ഉണ്ടാകും. ഈ പടിയിലേക്ക് ആദ്യം ഇറങ്ങി ചന്ദ്രനിൽ കാലുകുത്തുന്നത് നീൽ ആംസ്ട്രോങ് ആണ്. അത് ഇറ്റ് സോ ഹാപ്പൻഡ്, അവരുടെ ഡിസിഷൻ അതായിരുന്നു. മൈക്കിൾ കോളിൻസ് ചുറ്റിക്കൊണ്ടിരിക്കും ഓർബിറ്റിൽ, നീൽ ആംസ്ട്രോങ്ങും വേറൊരാളും ചന്ദ്രനിൽ. അപ്പോൾ നീൽ ആംസ്ട്രോങ് ആണ് ആദ്യം ഇറങ്ങാനായിട്ട് അവർ തീരുമാനിച്ചത്. അത് അയാൾ പ്രത്യേകം എടുക്കൊന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെ ചെയ്തു. ആദ്യം നീൽ ആംസ്ട്രോങ് ഇറങ്ങട്ടെ, അത് കഴിഞ്ഞിട്ട് മറ്റേയാളൊന്നും തീരുമാനിച്ചു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഇറങ്ങിയിട്ടില്ല, രണ്ടുപേരും ഒരുമിച്ചിറങ്ങണ്ടേ, ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക ഇതിന്? അല്ല, ഇതിൽ അത്ഭുതമൊന്നുമില്ലല്ലോ. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഭൂമി പരന്നതാണ്, മഴ പെയ്ക്കുന്നത് അല്ലാഹുവാണ് എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് അങ്ങനെ പഠിപ്പിക്കുന്നു. എന്നിട്ട് സയൻറ്റിഫിക് ടെമ്പർ വേണം വേറൊരു സ്ഥലത്തുകൂടെ നമ്മളെ വേറെ ആൾക്കാർ ഉപദേശിക്കാൻ വരുന്നത്. അപ്പോൾ പിന്നെ ഷൈൻ്റെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ ഗണപതി ഉണ്ടല്ലോ, ഗണപതിയുടെ കാര്യത്തിൽ പ്രധാനമന്ത്രി ഒരിക്കൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, അത് വലിയ വിവാദമായതാണ് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സിലോ, അത് മറ്റേത് പ്ലാസ്റ്റിക് സർജറി അല്ലേ. പ്രധാനമന്ത്രി പറഞ്ഞത് ഇങ്ങനെ ഒരു തമാശ മട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം മുഴുവൻ ഞാൻ യൂട്യൂബിലെടുത്ത് നോക്കി. അദ്ദേഹം പറഞ്ഞു, ദേഖോ ഭയ്യ, കൂട്ടുകാരെ, ഞാനൊരു കാര്യം പറയാം, ഞാൻ വലിയ ശാസ്ത്രജ്ഞ സംഗതിയൊന്നുമല്ല, എനിക്കിതേപ്പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ല. പക്ഷെ ഞാനിപ്പോൾ നോക്കിയപ്പോൾ
ഈ ഗണപതിക്ക് മനുഷ്യൻ്റെ ഉടലും ആനയുടെ തലയുമാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് സർജറിയുടെ ആദ്യത്തെ ഉദാഹരണം എന്ന് പറയാം, ഇല്ലേ? അതെ. എന്നിങ്ങനെ ചോദിച്ചു. വളരെ ലൈറ്റർ മുമ്പിലുള്ള ചോദ്യമാണ്. ഇതിനകത്ത് വസ്തുതാപരമായൊരു പെശക് കൂടെയുണ്ട്. പ്ലാസ്റ്റിക് സർജറി ഉദാഹരണമല്ലാതെ ഓർഗൻ ട്രാൻസ്പ്ലാന്റിൻ്റെ ഉദാഹരണമാണെന്ന് വേണമെങ്കിൽ പറയാം. അതിശയോക്തിയാണത്. പക്ഷേ അവയവം ആണ് മാറ്റിവെക്കുന്നത്. പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞാൽ ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് പ്ലാസ്റ്റിക് സൗന്ദര്യവൽക്കരണമാണ്. ഏതായാലും പ്രധാനമന്ത്രി ലൈറ്റർ മൊമെൻറ്റിൽ പുള്ളിയുടെ പ്രസംഗം തുടങ്ങുമ്പോൾ അങ്ങനെ അങ്ങ് തുടങ്ങി. ഇപ്പോൾ വാജ്പേയി ഒരിക്കൽ തിരുവനന്തപുരത്ത് വന്ന് വാജ്പേയി പ്രസംഗിക്കുമ്പോൾ പത്മനാഭൻ്റെ പേര് പറഞ്ഞു. പത്മനാഭസ്വാമിയാണ് ഉദ്ദേശിച്ചത്. എന്നാൽ വേറൊരു അന്ന് പ്രശസ്തനായിരുന്ന പത്മനാഭൻ, ഇന്നും അദ്ദേഹം ജീവനോടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ആരാണെന്ന് ഐഡൻറ്റിറ്റി വ്യക്തമാക്കുന്നില്ല, പേര് പത്മനാഭൻ. പക്ഷേ ഈ കുത്ത് ആ പത്മനാഭനുണ്ടായിരുന്നു, പറഞ്ഞത് ഈ പത്മനാഭനെ പറ്റി. എന്നാൽ ഇത് തമ്മിൽ യാതൊരു താരതമ്യമില്ല. ഇദ്ദേഹം മഹാവിഷ്ണുവാണ്, ദൈവമാണ്, മറ്റേയാൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യനാണ്. ഇത് തമ്മിൽ താരതമ്യം ചെയ്യാൻ പാടുണ്ടോ? ചെയ്തില്ല. പക്ഷേ ഒരു ലൈറ്റർ മൊമെൻറ്റിൽ പത്മനാഭ രക്ഷിക്കണേ എന്നൊക്കെ വാജ്പേയി പ്രസംഗിച്ചു. അപ്പോൾ ഈ പത്മനാഭനാകാം, ആ പത്മനാഭനാകാം, ഇങ്ങനെ ഒരു ലൈറ്റർ മൊമെൻറ്റിൽ പറഞ്ഞതാണ്. അതെടുത്തിട്ട് ആഘോഷിച്ചു, ലോകം മുഴുവൻ ഇടിഞ്ഞുപോയി, സയൻറ്റിഫിക് ടെമ്പർ നശിച്ചുപോയി എന്ന് പറഞ്ഞ ആൾക്കാർ ഇത് വായിക്കുമ്പോൾ മിണ്ടുന്നില്ല. പ്രത്യേകിച്ച് യുവാക്കളെയൊക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു യുവനടൻ, ഒരു വലിയ ദേശീയ ദിനപത്രം. ഇതിൽ എല്ലാ കാര്യത്തിലും കേരളത്തിൽ ഒരു ഇരട്ടത്താപ്പ് കാണാം, സകല കാര്യത്തിലും. അതായത് നിങ്ങൾ ഒരു ഹിന്ദു വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിൽ സംസാരിച്ചാൽ ഒരു കുഴപ്പമില്ല, യു ക്യാൻ ഗെറ്റ് എവേ വിത്ത് ദാറ്റ്. മറ്റ് വിശ്വാസങ്ങളെ തൊടാൻ പാടില്ല. സയൻറ്റിഫിക് സത്യങ്ങൾ അതിന് പകരം മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞാൽ പറഞ്ഞതാര് എന്ന് നോക്കും. ഇപ്പോൾ ഇതേ കാര്യം മോഹൻലാലോ സുരേഷ് ഗോപിയാണോ പറഞ്ഞതെങ്കിൽ ഉണ്ടാവില്ല. ഇവിടെ നമ്മൾ സ്റ്റുഡിയോയിൽ കയറുമെന്ന് നമ്മളെ തല്ലിയിട്ട് പോകുക ആൾക്കാർ. ആ സ്ഥിതിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞത് എന്താണ് എന്നുള്ളതല്ല, പറയുന്നത് ആര് പറഞ്ഞു എന്നുള്ളതാണ് നോട്ടം. ആ ആളിനെ നോക്കിയിട്ടാണ് പ്രതികരിക്കണോ വേണ്ടതെന്ന് ഇവർ തീരുമാനിക്കുന്നത്. അതുപോലെ ആക്രമിക്കപ്പെട്ടത് ആരാണ്, ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആണെങ്കിൽ, ഇപ്പോൾ ക്രിസ്ത്യാനിയെ നിങ്ങൾക്ക് ആക്രമിക്കാൻ സേഫായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. മുസ്ലിങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ ഇവരറിയും. അതുകൊണ്ട് ആരും ഒന്നും മിണ്ടില്ല. ഇപ്പോൾ നമ്മുടെ ശബരിമല സമരം നടക്കുമ്പോൾ ഒരാൾ അയ്യപ്പൻ്റെ വികൃതവും അശ്ലീലവുമായ ചിത്രമൊക്കെ വരച്ചു ഫേസ്ബുക്കിൽ ഇട്ടു. ഞാൻ അയാളോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ 3-4 ചിത്രങ്ങൾ ഞാൻ കണ്ടു, എപ്പോഴെങ്കിലും ഒരു മുഹമ്മദിൻ്റെ ചിത്രവും വരയ്ക്കും എന്ന് ഞാൻ വിചാരിച്ചു, അത് വരച്ചില്ല, നിരാശ തോന്നി. അല്ല, മുഹമ്മദിൻ്റെ ചിത്രം വരയ്ക്കാൻ എനിക്ക് മടിയൊന്നുമില്ല. ഞാൻ പറഞ്ഞു, എന്നാൽ ഒരെണ്ണം വരച്ചിട്, ഇതുപോലെ അശ്ലീലമൊന്നും വേണ്ട, തുണിയൊക്കെ കൊടുത്ത് നല്ല മാന്യമായിരിക്കുന്നു പടം. അല്ല, എനിക്കത് വരയ്ക്കാൻ മടിയില്ല, പേടിയില്ല. ഞാൻ പറഞ്ഞു, ഒന്ന് ചെയ്യുന്നു. അല്ല, പക്ഷേ എന്തിനു ഞാൻ ചെയ്യണം? ഞാൻ പറഞ്ഞു, എന്തിനു ചെയ്യണമെന്നോ? ഞാൻ ആവശ്യപ്പെടുന്നു, നിങ്ങളെൻ്റെ സുഹൃത്താണ്, ഒരെണ്ണം ചെയ്തിട്, നിങ്ങൾ വരയ്ക്കാൻ കഴിവുള്ള ആളല്ലേ, ആർട്ടിസ്റ്റല്ലേ. അല്ല, എന്തിനു ചെയ്യണം? അതായത് അത് ചെയ്ത് വെറുതെ അവരെ മോശപ്പെടുത്തേണ്ട കാര്യം എന്താ? ഞാൻ പറയാം, അവരെ മോശമാക്കുന്നില്ല, തുണി കൊടുത്ത് നല്ല മുഹമ്മദിനല്ലേ, നിങ്ങൾ സുന്ദരനായിട്ട് വരച്ചോ. കാരണം മുഹമ്മദിനെ ആരും കണ്ടിട്ടില്ല, അതുകൊണ്ട് ഏറ്റവും മനോഹരനായ സുന്ദരമായ മുഖത്തോടു കൂടി നിങ്ങൾക്ക് വരയ്ക്കാം, അതുകൊണ്ട് തെറ്റൊന്നുമില്ല. അയ്യപ്പനെ നിങ്ങൾ ഇത്ര അശ്ലീലമായിട്ട് വരച്ചിരിക്കുന്നു, നിങ്ങളാരും ഒന്നും ചെയ്തില്ല, അപ്പോൾ മുഹമ്മദിൻ്റെയും വരയ്ക്കരുതോ? ജന്മം ചെയ്താൽ വരയ്ക്കില്ല. ഒരക്ഷരം മുഹമ്മദ് എന്നുള്ള വാക്ക് പോലും അങ്ങനെ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെടുകയില്ല. അത്രയ്ക്ക് ശ്രദ്ധിച്ചാണ്. CPM-കാരും SFI-കാരും പറയൂല്ലോ, ആരിഫ് മുഹമ്മദ് ഖാൻ്റെ മുഹമ്മദ് കട്ട് ചെയ്തല്ലോ, മുഹമ്മദ് കട്ട് ചെയ്തിട്ട് ആരിഫ് ഖാൻ എന്നേ പറയുള്ളൂ. ഇതൊക്കെയാണ് ഈ കേരളത്തിൽ നടക്കുന്ന ഇൻ്റലക്ച്വൽ ഫൂളിഷ്നെസ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ ഇതുപോലത്തെ ഫൂളിഷ്നെസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചലഞ്ച് ചെയ്യാൻ ആരും ഇല്ലാതെ പോകും. ആകെ എനിക്ക് സങ്കടം, ഇന്ത്യൻ എക്സ്പ്രസ്സിനെ ഇത് ഒഴിവാക്കാമായിരുന്നു. ഇപ്പോൾ അവർ ചെയ്തില്ല, നമുക്കൊന്നും ചെയ്യാൻ. അവരും ഇതുപോലുള്ള ഈ ഗോസിപ്പുകളോ അല്ലെങ്കിൽ കുന്നായ്മകളോ വിവരക്കേടുകളോ വായിക്കുന്ന കുറേ വായനക്കാരുണ്ടാവും, അവരെ കേറ്റർ ചെയ്യാനായിരിക്കാം. അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോ ഇൻ്റലക്ച്വലി ബാങ്ക്രപ്റ്റ് ആണ് എന്ന് കാണിക്കാനായിരിക്കാം. ദർ ഈസ് നത്തിങ് റോങ് ഇൻ ഇൻ്റലക്ച്വലി ബാങ്ക്രപ്റ്റ്. ഈ നിങ്ങൾക്ക് അഭിനയ സിദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു നടനാണ്, നിങ്ങളുടെ മറ്റ് കഴിവുകൾ അവിടെ അപ്രസക്തമാണ്. നിങ്ങൾ നല്ലൊരു സർക്കസുകാരനാണോ, നിങ്ങൾക്ക് കാർ ഓടിക്കാൻ അറിയാമോ, അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രം അറിയാമോ, ഇതൊന്നും പ്രശ്നമല്ലല്ലോ. അഭിനയമാണ് നിങ്ങളുടെ തൊഴിൽ, അതിൽ നിങ്ങൾ നമ്പർ 1 ആണ്, ഫൈൻ.
ദർ ഈസ് നോ പ്രോബ്ലം. പക്ഷേ എനിക്ക് വല്ലാത്ത ആശങ്കയുണ്ട്. ആശങ്ക പങ്കുവച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ തോന്നുന്നു. കാരണം മലയാള സിനിമ ഇതിൽ വ്യാപകമായി മയക്കുമരുന്നിൻ്റെ MDMA സ്വാധീനമുണ്ടെന്ന് നിർമ്മാതാക്കളും നടന്മാരും ഒക്കെ പറയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അല്ല, അത് ദാറ്റ് വിൽ ബി ആൻ അൺകൈൻഡസ് കട്ട്. അങ്ങനെ ഒരു ധ്വനിയിൽ ഷൈൻ ടോമിനെ പറ്റി സംസാരിക്കാൻ ഞാൻ കാരണമൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ഞാനത് ചെയ്യില്ല. ഏതായാലും നമുക്ക് നോക്കാം. ഏതായാലും ഷൈൻ്റെ ഇൻ്റർവ്യൂ ഒന്ന് പൂർണ്ണമായി ഒന്നുകൂടെ വായിക്കണം. TG വായിച്ചിട്ടില്ല, അതിൻ്റെ കോപ്പി ഞാൻ തരാം. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.